ഹായ് ഹലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഓർക്ക ക്ഷീണമായിട്ടാണ് വരുന്നത് കേട്ടോ. ഈ വട്ടം എവിടെ നിന്ന് അടിക്കുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്കും ജനൽ തുറന്നിട്ടേക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തോന്നിയത്. പൊതുവേ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കിടന്നുറങ്ങുന്നതാണ്. പക്ഷെ ഇന്നെന്താണ് ഉറക്കവും വന്നില്ല. എങ്കിൽ പിന്നെ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യാലോ എന്ന് ഓർത്ത് അങ്ങോട്ട് എണീറ്റു. കാരണം എന്നും മടിയെടുത്ത് കിടക്കുന്ന അത്ര ശരിയല്ലല്ലോ. പൊതുവെ എല്ലാവരുടെ ഇടയ്ക്കിലുള്ള ഒരു സംസാര വിഷയം കേട്ടോ ഞാനൊരു മടിച്ചിയാണെന്നുള്ളത്. അതിപ്പോൾ ഉണങ്ങും ഭാഗത്തൊന്നും പറയാനുള്ളതൊന്നുമില്ല. ഞാനൊരു മടിച്ച് തന്നെയാ. എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു മടിയൊക്കെ. അങ്ങനെ രാവിലെ എണീറ്റ് ജനൽ തുറന്നപ്പോൾ എൻ്റെ കണ്ണു വാഞ്ഞത് ഇങ്ങോട്ടാട്ടോ. കുറേ പഴുത്ത് കിടപ്പുണ്ട്. പക്ഷെ എനിക്കതങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. ഇതുണ്ടോ ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്ന എല്ലാം ചൂട് കാരണം ഉണങ്ങിപ്പോയി. അതെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങി വെക്കാന്നോർത്ത് ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുകൊണ്ട് മീനെ ഇടണം. പിന്നെ ഇതേ ഇതെവിടം ഇവിടെ നമുക്ക് കയറാൻ അനുവാദമില്ല കേട്ടോ. തലംകുത്തി താഴെ വീണാൽ ആരും കാണത്തില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ തട്ടകത്തിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി. ആദ്യം പോയത് അടുക്കളയിലോട്ടാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മുണങ്ങണമല്ലോ. നേരെ പോയി ഒരു പ്ലേറ്റ് ചോറും എടുത്തുകൊണ്ട് വന്നിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ ചോറ് കഴിക്കുന്ന ഇഷ്ടം. അങ്ങനെ ഇരുന്നപ്പോഴേ അടിപൊളി മാങ്ങാപ്പഴം കിട്ടിയത്. അതും ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മൾ നേരെ ചീമേനിയിലോട്ട് പോയി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് എനിക്കറിയത്തില്ലെങ്കിലും എന്തൊക്കെയോ തെയ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എവിടെ പോകാമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറയുന്ന ഒരാൾക്കാരും എൻ്റെ വീട്ടിലില്ല കേട്ടോ. എങ്കിൽ പിന്നെ പോയേക്കാന്ന് അങ്ങോട്ടും പറയും. അതുകൊണ്ട് എനിക്ക് സുഖമാണ്. എല്ലായിടത്തും എനിക്കും പോകാം. അങ്ങനെ ഇച്ചിരി ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. ക്യാമറയിൽ കാണിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് രാത്രി 10 മണിക്കുള്ള വീഡിയോ ആണ്. വെറുതെ ജോലി കളയാനൊന്നും നിൽക്കണ്ട. പാവങ്ങളല്ലേ, ഒരാഗ്രഹം കൊണ്ടല്ലേ ജീവിച്ചു പൊക്കോട്ടേന്നേ. അങ്ങനെ നമ്മളെല്ലാവരും നേരെ വന്ന് ഫുഡും കഴിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഓക്കെ, ബൈ.